ഹായ്. നമ്മൾ ഇന്ന് പോകുന്നതേ മരാമിക് സ്പ്രിങ്ങിലാണ്. അവിടെ നല്ല രസമാണ് അല്ലേ അല്ലി? അവിടുത്തെ വെള്ളമൊക്കെ നല്ല കളറാണ്, നമ്മളെ ഡ്രസ്സിന്റെ കളറാണ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ചെയ്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ മരാമിക് സ്പ്രിങ്ങിൽ എത്തി കേട്ടോ. ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിവിടെ എത്തി. ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റഫ് ആനിമൽസ് ഒക്കെ വെച്ചേക്കുന്ന മരാമിക് മ്യൂസിയമാണ് കേട്ടോ. മരാമിക് മ്യൂസിയം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കാരണം ഈ സമയത്തൊക്കെ ഇതിപ്പോൾ ഒരു വൈകുന്നേരം സമയമായി. അപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, രാവിലെ വരണം. അപ്പോൾ മുന്നേ ഞാൻ വന്നിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷേ എനിക്ക് എന്തോ ചില വീഡിയോകളൊന്നും എനിക്കൊക്കെ അപ്ലോഡ് ചെയ്യാൻ, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്ത് വെക്കും, പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യത്തില്ല. പക്ഷെ ഒരിക്കൽ ഞാനിത് എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇന്ന് പക്ഷേ എന്തായാലും ക്ലോസ്ഡ് ആണ്. അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ആനിമൽസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു മൂങ്ങ, അങ്ങനെ കുറച്ച് കരടി, അങ്ങനെയൊക്കെ ഒറിജിനലായിട്ട് നമുക്ക് തോന്നും. പറഞ്ഞ് സ്നേക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു പരുന്ത്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അതിനെ പറ്റിയ ഡീറ്റെയിൽസൊക്കെ ഉള്ളൊരു മ്യൂസിയമാണ്, നല്ല രസമാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇന്ന് കയറാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഇവിടെ വെളിയിൽ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ എത്ര വന്നാലും മതി വരത്തില്ല എനിക്ക്. നമ്മൾ ഈ സൈഡ് വഴി പോകുമ്പോഴത്തേക്ക് നല്ല രസമാണ്, കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഫിഷിന് ഫുഡ് കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫുഡ് എടുക്കാം. ഇനി പോയി വിട്ടാലേ ഫുഡ് തരത്തുള്ളൂ. നല്ല കമയത് ഉണ്ടാവും, നല്ല രസമാണ് ഇതിൻ്റെ മേളിൽ. ഇത് നിറച്ച് ഫിഷുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഫിഷിനെ കണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അയ്യോ, ഇവിടെ നിറച്ചുണ്ട് ഫിഷുകൾ. അല്ല, ഒരെണ്ണം ഇട്ട് കൊടുത്തേ. ഇവിടെ ഒരെണ്ണം ഇട്ട് കൊടുത്തേ, ഒരെണ്ണം അവിടെ ഇട്ടുകൊടു. ഇട്ടുകൊടുത്താണ്ട് ഇവിടെ ഉണ്ട് ഫിഷുകൾ. അയ്യോ, അല്ലി ഇട്ട് ഒന്നും വന്ന് തിന്നില്ലേ? കാർത്തി അവിടെ ഇടും. കാർത്തി അവിടെ ഇടും. കാർത്തി അല്ല, ഇതെന്താ? പക്ഷെ ഇപ്പൊ ഈ വെട്ടത്തിന് കാണാൻ വയ്യ. കുറച്ച് ഇല്ല, അവിടെ ചെന്ന് നിന്നാൽ നല്ലപോലെ കാണാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോണ്ടല്ലോ ഇഷ്ടംപോലെ ഫിഷുകളുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ, എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫിഷുകളെ കണ്ടോ? നിറച്ച് ഫിഷാണ് ഇതിൻ്റെ അകത്ത്. ഇങ്ങനെ നിറച്ചുണ്ട് ഫിഷുകൾ. നമുക്ക് ആർത്തി നമുക്ക് ഇതിലും കൂടി ഒന്ന് എടുത്തു നോക്കാം. കാർത്തി ഇതിൽ നിന്നിട്ട്. പക്ഷെ നമ്മൾ പൈസ ഇട്ടാലും ഒരുപാടൊന്നും വരുന്നില്ല കേട്ടോ, കുഞ്ഞ് ഇച്ചിരി ഫുഡേ വരുന്നുള്ളൂ. കാർത്തി ഇതിട്ട് ഇട്ട് നോക്കിയേ. അത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയാണ് വരുന്നത്. പക്ഷെ ഇതിപ്പോ തോനെയെങ്കിലും മീനും കിട്ടി, മറ്റേത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അല്ലി കിടന്നാ തരാം. ഫിഷ് വാ തുറക്കും, അല്ലി ഇട്ട് കൊടുക്കാൻ വന്നതാണെന്നാണ് അല്ലി പറയുന്നത്. നമ്മുടെ തോണ്ടിൽ അങ്ങൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് ഭയങ്കര രസം കാണാനായിട്ട്. അല്ലി ഒന്നിട്ടോട്. അവിടെയാ നല്ല രസത്തിൽ കാണുന്നത്. കാർത്തി അങ്ങോട്ട് പോ. ഇത് കണ്ടോ, ഭയങ്കര രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഈ മല, ഇതിൻ്റെ മുകളിൽ ശരിക്കും തന്നെ ഭയങ്കര സ്ലോപ്പായിട്ടൊക്കെ മേളിൽ നിന്ന് ഇങ്ങനെ. എന്നിട്ട് ഈ വെള്ളം എന്ന് പറയുന്നത് നല്ല കളറാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മാത്രമല്ല നിറച്ചും ഫിഷുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ, ഭയങ്കര രസമാണ്. പക്ഷെ കാം ആൻഡ് കൂൾ പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ആരും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് എടുക്കാം. ഭയങ്കര രസമാണ്. ഇവിടെ കണ്ടതിൻ്റെ അടിയിലൊക്കെ ഇരിക്കും. സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല വെയിലടിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കുറച്ചും കൂടി നല്ല കളറാണ് കേട്ടോ. ഇപ്പം പക്ഷേ നല്ല തണലായിട്ട് കിടക്കുവാണ്.
നമ്മളിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ട് നടന്നത്. കാരണം നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമായിരുന്നു. എവിടെയാണ് റാക്കൂൺ കയറാൻ പറ്റാതിരിക്കുന്നു തോന്നുന്നല്ലേ? ഇതിൻ്റെ മുകളിൽ കണ്ടോ ഉരുണ്ട് വന്നാൽ ഈ വെള്ളത്തിൽ വന്ന് വീഴും കേട്ടോ. ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഫിഷുകളെല്ലാം കിടന്ന് ഓടുന്നുണ്ടോ? അല്ലി ഫുഡ് ഇടണോ? തീരുന്നു. നമുക്കിനി അവിടെ ചെല്ലുമ്പോൾ എടുക്കാം. പിന്നെ വേറൊരിടത്തുണ്ട്, നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരെണ്ണം ഉണ്ടല്ലോ ഏട്ടാ, ഒരു കനാൽ പോലത്തെ ഒരു സ്ഥലം. നമുക്ക് അവിടെ പോവാം. ഭയങ്കരമായിട്ട് കളറുണ്ട് വെള്ളത്തിൻ്റെ. വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളങ്ങുന്ന കാരണം ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. വെയിൽ വന്ന് വെള്ളത്തിലടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പം അത് കളർ ഇങ്ങനെ ചേഞ്ച് ആകുന്നുണ്ട്, വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ട് എന്ന് അത്രയും അങ്ങോട്ട് ക്ലിയർ കിട്ടുന്നില്ലായിരുന്നു. എനിക്കത് റാക്കിൽ ഇരിക്കുവാടെ പിള്ളേരെല്ലാം അല്ല ഇതെന്തൊക്കെ റാക്കോൺ വന്ന് നിൽക്കുന്ന നോക്കി. കാണുന്നില്ലേ? അതുകൊണ്ട് ഫുഡ് എടുത്ത് വെച്ച് ഓരോന്ന് കൈ കൊണ്ട് എടുത്ത് വെച്ച് കഴിക്കുവാണ്. അവിടെ വന്നാൽ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന സംഭവമാണ്. വെള്ളത്തിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകുമായിരുന്നല്ലേ അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. നേരത്തെ ആ കണ്ട ആ കളറുള്ള അവിടെ ആ സ്ഥലവും പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമുണ്ട്, നല്ല രസമാണ്. നമ്മളിങ്ങനെ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. കഴിഞ്ഞതിന് വന്നപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നടന്നായിരുന്നു. ഇപ്രാവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നടക്കാൻ നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, എനിക്ക് പറ്റുന്നില്ല. നല്ല രസമാണ്. ഇവിടെ ഇരിക്കാം. അവരങ്ങോട്ട് പോയി ഒരു കനാല് കണക്ക്, നമ്മുടെ നാട്ടിൽ കനാല് കണക്കത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഫിഷുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇങ്ങനെ കനാല് പോലെ ഇതുണ്ടോ, ഇത് ഫിൽറ്റർ ചെയ്യുന്ന സംഭവമാണ്. ഇവിടെയാണ് ഈ ഫിഷിനെയൊക്കെ വളർത്തി സെറ്റാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഫിഷുകളായിരിക്കും. നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. ഉണ്ടോയെന്ന് നോക്കട്ടെന്നല്ല, ഉണ്ട്, നല്ലപോലെ ഉണ്ട്. കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട വലിയ ഫിഷിൻ്റെ ചെറുതാണ്. ഇതിൻ്റെ അകത്തിട്ടാണ് വളർത്തുന്നത്. ഇതൊരു മാതിരി കുറച്ചുകൂടി വലിയ ഫിഷാണ്. അതിൻ്റെ അപ്പുറം കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, അതിൻ്റെ ഏറ്റവും കുഞ്ഞതാണ്. ഇത് കുഞ്ഞു ഫിഷാണ്. അതേസമയം ഇപ്പുറം കിടക്കുന്നത് കുറച്ചും കൂടി വലിയ ഫിഷാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും
ഇനി അങ്ങോട്ട് പോകും തോറും ഓരോ ഷീപ്പുകൾ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ, അതിനപ്പുറം കഴിയും തോറും വേറെ വേറെ ലെങ്ത് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ നോക്കട്ടെ ഫസ്റ്റ്. ഇപ്പോൾ കുറച്ചായി, കഴിഞ്ഞ വർഷമാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അതേപോലെ തന്നെ ഫിഷ് കാണും. പക്ഷേ ആ ലെങ്ത് തന്നെ, അതല്ല കുറച്ചും കൂടി ലെങ്ത് വലുതാണ്. ഇങ്ങനെ ഓരോ ചീപ്പ് കഴിയും തോറും ഫിഷിൻ്റെ ലെങ്ത് വലുതായിക്കൊണ്ടേയിരിക്കും. ഇതുണ്ടോ, ഈ സൈഡ് ഉണ്ടോ, നമുക്ക് ആ സ്ഥലത്ത് അതുവഴി പോവാം കേട്ടോ. അപ്പോൾ അടുത്തത് കാണിച്ചു. ഇത് കുറച്ചും കൂടി വലിയ ഫിഷാണ്. ഫുഡ് കൊടുത്ത് നോക്കാം, വരുമെന്ന് അറിയാം. ഞാൻ നോക്കട്ടെ. ഫുള്ള് ഫിഷാണ്, ഫുള്ള് കണ്ടോ, നിറച്ചും ഫിഷാണ്. നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഇതൊക്കെ അനങ്ങാതെ കിടക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പാടാണ്. എങ്കിലും നമുക്ക് നല്ല രസമാണ്. അല്ലി ഇതിനൊക്കെ പിടിയാണ്. ആരും വരുന്നില്ല അല്ലി. അല്ലി കൊടുത്തപ്പോൾ തോണ്ടേ അവന്മാരെല്ലാവരും കൂടി ഓടി വന്നില്ല അല്ലി തന്നെ. ഇല്ല, ഞാൻ പക്ഷേ എൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോണേ. ആണോ? വലിയൊരു, എനിക്കൊന്ന് കുഞ്ഞിത് കൊടുക്കാഞ്ഞിട്ടായിരിക്കും അല്ലേ. അടുത്ത ചീപ്പത്തി അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് എനിക്കൊന്ന് കുറച്ചും കൂടി വലിയ ഫിഷായിരിക്കും. അതങ്ങനെ ഓരോരോ അതിൻ്റെ പ്രായം അനുസരിച്ചാണ് അങ്ങനെ മാറ്റി മാറ്റി ഇട്ടേക്കുന്നത്. നോക്കി ഇതുണ്ട്, ആദ്യമുണ്ട്, അത് കുറച്ച് വലിയ ഫിഷാണ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നതോ എനിക്കറിയത്തില്ല. കുറച്ചും കൂടി മാറി നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഓളം അടിക്കുന്നതാണ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുക. അതുകൊണ്ട് അവിടെയൊക്കെ പക്ഷേ നല്ലപോലെ കാണാൻ പറ്റുന്നു. കുറേ പിള്ളേരുണ്ട് കേട്ടോ. അവർ പക്ഷേ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ കൈയൊന്നും ഇടാനൊന്നും നമ്മളിങ്ങനെ കൈ ഇട്ടൂടെ, അത് ഫിൽറ്ററാണ്. അവരെ കൈയൊക്കെ ഇടുന്നുണ്ട്. ഫിഷിനെ പിടിക്കാനാണ്. ജയിലിൽ കിടക്കുന്ന പോലെ അപ്പുറം ഇപ്പുറവും ഫിഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഇവിടെ എത്തിയപ്പോൾ കണ്ടോ ഫിഷുകളെല്ലാം വലുതാണ്. ശരിക്കും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ പോലും സ്ഥലം ഇല്ലാണ്ടാണ് കിടക്കുന്നത്. അവിടെ ഇട്ടോ. അല്ലി വീണ് പോകും മോളെ. അല്ലി ഫിഷ് പിന്നെ ഫുഡ് കൊണ്ട് നടക്കുകയാണ്. അല്ലി മോളെ വീഴല്ലേ. വാ നമുക്കിനി അങ്ങിടാം. അല്ലു അല്ലേച്ചോ നമുക്ക് അങ്ങ് പോവാം. നമുക്ക് ഇവിടുന്ന് അങ്ങ് പോവാം. അഥവാ അങ്ങ് വീട് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും ഭയങ്കര ആഴമൊന്നുമില്ല. നമുക്ക് ഇറങ്ങി പിടിച്ച് കയറ്റാവുന്നതേ ഉള്ളൂ. വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് ഫിൽറ്ററാണ്. ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടി യോമാരെല്ലാം രക്ഷപ്പെട്ടെ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരുമാതിരി വലിയ മീനുകളാണ്. ഇതിനെയൊക്കെയാണ് പിടിച്ചിനി വലിയ അല്ലി ബാ. അയ്യോ, ഒരു ഫിഷിന്റെ വാല് കണ്ടോ, അത് നോക്കിയിരിക്കുന്നുണ്ടോ. എനിക്ക് തോന്നി ഫിൽറ്ററിന്റെ ഇടയിലായതാണ് എന്തോ കേട്ടോ. വളരെ കടിച്ചു കഴിഞ്ഞു. എല്ലാവരും സ്റ്റില്ലായിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് വരുവാണ് പോലെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന മീനുകളെ കണ്ടിട്ടുണ്ടോ. സ്ഥലത്തോട്ട് പോകാൻ ഈ പിള്ളേർ വരുന്നില്ല. അവരെ വിളിച്ചിട്ട് വരുന്നില്ല. വേറെ കുറേ പേര് ഇതിൻ്റെ അകത്ത് കമന്ന് കിടന്ന് ഇതിനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫിഷിനെ യഥാർത്ഥത്തിൽ പിടിച്ചുവിടുക. കാരണം നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചൂണ്ടയൊക്കെ ഇടാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ഇവർ വളർത്തിയിട്ടാണ് ഈ വലിയ ഇതിലോട്ട് വിടുന്നത്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ചൂണ്ടയിടാനുള്ള അവസരം തരുന്നത്. അല്ലാതെ കുഞ്ഞുമീനെ നമുക്ക് പിടിക്കാനുള്ളൊരു റൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ അല്ലി വരുന്നില്ല. അല്ലി ആദ്യം ഇങ്ങനെ വന്ന് കുറച്ച് ഫുഡ് അവളെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി.
അല്ലിയും കാർത്തിയും കൂടി കൂട്ടിയിടിച്ച് അവരെ ഫുഡ് തട്ടിപ്പോയി. അങ്ങനെ ഫുഡ് നുള്ളി പറക്കായിരുന്നു ഇത്രയും നേരം. എന്നിട്ടിപ്പം ആ ഫുഡ് അവിടെ മൊത്തം ആയി. അവളെ കയ്യിൽ നിന്ന് ആകെ അവൾ പിശുക്കി വെച്ചോണ്ട് വന്നത്, അതെല്ലാം അവിടെയൊക്കെ തട്ടിപ്പോയി. അങ്ങനെ എല്ലാം പറക്കിയിട്ടിട്ട് വരുന്നു. അയ്യോ ഇത് ഫിഷിനെ പിടിച്ചു കേട്ടോ പിള്ളേർ. അമ്മൂ വരി ബക്കറ്റിലിട്ടേക്കെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ വരുന്ന സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഫിഷ് ഫുഡ് നമുക്ക് കോയിനിട്ട് എടുക്കാൻ പറ്റൂ. പിന്നെ ഈ വരുന്ന വഴിക്കൊന്നും അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് തിരിച്ചു വരാം കേട്ടോ. നമുക്ക് തിരിച്ചു വരാം. ബാ ഫുഡ് കൊടുക്കാം. നമുക്ക് അവിടെ പോകുമ്പോൾ എടുക്കാം. അല്ലി പൊക്കോ. ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിഷിനെ എന്ത് പറ്റി, ഫിഷിനെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോവാം. നമ്മൾ കഴിഞ്ഞതിന് വന്നപ്പോഴത്തേക്ക് നമുക്ക് പിടിച്ചിട്ട് എല്ലാം റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെയാണ്. നമുക്കത് കൊണ്ടുപോകാമെന്ന് അറിയത്തില്ലായിരുന്നു. 4 മണി സംതിങ് 4:30 ഉണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കത് ഇപ്പോഴും ഇവിടെ ആൾക്കാർ പിന്നെ മീൻ പിടിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. കാണാൻ പറ്റത്തില്ല, പക്ഷേ അമ്മയ്ക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാ. ഓ പക്ഷേ ഫിഷ് ഒരുപാടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഫോണിൽ ക്ലിയർ അല്ല. ഫിഷ് ഒരുപാടുണ്ട്, പക്ഷേ ഒന്നും കാണാൻ വയ്യ. ഈ കറ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളറ്, വെള്ളത്തിൻ്റെ കളറ് ഒരു വേറൊരു കളറാണ്. പക്ഷേ ഇത്രയും ഫിഷ് കൂടി കിടക്കുന്നതുകൊണ്ടാണ് ഇതിനിങ്ങനെ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത്. എന്തോ ഇട്ട് കൊടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഏക്കർ കണക്കിനാണ്, കാണാൻ ഒരുപാടുണ്ട്. ഞങ്ങൾ കുറച്ച് സ്ഥലം മാത്രമാണ് കവർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം എല്ലായിടവും കയറിയത്. ബാക്കിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഫാക്ടറി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. കുറച്ച് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇത് വേണ്ട, നമ്മളങ്ങനെ ഫിഷിംഗ് പിടിച്ച് ഇന്നത്തെ കണ്ട വെള്ളച്ചാട്ടമാണ്. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ് വെള്ളത്തിന്. ഉച്ചയ്ക്കായാലും ഇവിടെ ഭയങ്കര തണലാണ്. ഇപ്പൊ വൈകുന്നേരമായി. തണലുമാണ്, തണുപ്പുമാണ്. ഉച്ചയ്ക്കും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഉച്ചയ്ക്കാണ്. അപ്പോഴും ഭയങ്കര തണുപ്പായിരുന്നു. നല്ല രസമാണ് ഇവിടെ ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ട്, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രൈവാണ് കേട്ടോ. ഭയങ്കരമായൊരു കുന്നു മലയാണ് കയറിപ്പോണ. നമ്മൾ കഴിഞ്ഞിന് വന്നപ്പോഴും ഇങ്ങനെ കയറിയ നല്ല രസമാണ്. ശരിക്കും കാണാൻ, യഥാർത്ഥത്തിൽ കാണാനാണ് രസം. ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കുന്നവർ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇവിടെ മെരാമിക് കമ്മ്യൂണിറ്റി സെമിത്തേരിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരെ അടക്കിയേക്കുന്ന സ്ഥലമാണ്. അവിടെ മൊത്തം
സ്പെഷ്യലായിട്ട് അവിടെ എന്തോ വേറെ കുറച്ച് കാറ്റഗറി. പിന്നല്ല താഴെ കുറേ കുരിശുകളും എല്ലാം ഓരോരുത്തർ അടക്കിയിട്ടുള്ള സ്ഥലമാണ്. കംപ്ലീറ്റ് ഇവിടെ വിജൃംഭിച്ച വഴിയാണിത്. എനിക്കിവിടെ നമ്മളെ നാടിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ നാട്ടിലുള്ള ആ ഒരു ചെടിയായാലും നമ്മളുടെ പ്രകൃതി ഭംഗിയെല്ലാം എനിക്ക് നാട്ടിലെ പോലെ എനിക്ക് ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ട ഇവിടെ ഭയങ്കര ഒരു കുഴി കണക്കെ തുറക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്കല്ല വീഗാലാൻഡിലെ റൈഡ് കണക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ. നല്ല രസമുണ്ടായിരുന്നു കാണാനും കൊള്ളാം, വണ്ടിയിലിരിക്കുന്നു പോകാനും നല്ല രസമുണ്ട്. ശരിക്കും ഒരു എന്താണ് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷവും സംഭവങ്ങളുമാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. ഞാൻ ലെങ്തിയാണ്, ഞാൻ പക്ഷേ ഷോർട്ടായിട്ട് എടുത്തുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കയറി വന്നത് ഒരു മലയുടെ മുകളിലായിട്ട് വരും കേട്ടോ. ഒരുപാട് താഴ്ച, നോക്കുമ്പോൾ ഭയങ്കര താഴ്ചയിലാണ് ഇവിടുത്തെ വ്യൂ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു എന്നുണ്ട്. ഇതിൽ ഹിസ്റ്ററികളൊക്കെ എഴുതി വെച്ചേക്കുന്ന ബോർഡുകളാണ് കേട്ടോ. അത് പിന്നീട് ഗവൺമെൻറ്റിന് കൊടുത്തതാണ്. അല്ലാതെ ആ ഹിസ്റ്ററിയൊക്കെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പൂത്ത് പിടിച്ച് കിടക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. എന്തോ കൃഷിയാണൊക്കെ തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല കറക്റ്റ്. വള്ളിച്ചെടികളൊക്കെ നിൽക്കുന്നു. ഇഷ്ടംപോലെ മഞ്ഞ പൂക്കളിങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ട്. ആഹാ, പരാഗണത്തിന് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈക്കൊക്കെ വേണ്ടിയിട്ട് അവരിന്ന് നിർത്തിയേക്കുന്നതാണെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഫിഷിങ് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും നിന്നിവിടെ മീൻ പിടിക്കുന്നുണ്ട്. കാണിച്ചു തരാം. നാളുകൂടി ഒരു കാക്കയുടെ സൗണ്ട് കേൾക്കുന്നു. എന്തോ പറ്റിയെന്നറിയാൻ വയ്യ. കാക്ക ഭയങ്കര കരച്ചിൽ. ഒരു അമേരിക്കൻ കാക്ക ഇരുന്ന് കരയുന്നു. കാക്കയെ കാണാൻ പറ്റുന്നതിൻ്റെ ഇടയിൽ നിൽക്കുക ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ നല്ല രസമാണ്. കളർ കണ്ടോ വെള്ളത്തിൻ്റെ? ഇവിടെ ഇരുന്ന് അവിടെയൊക്കെ കണ്ട ആൾക്കാർ ഫിഷിങ് നടത്തുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കണ്ട് നോക്കി ഉണ്ടോ? ഓ, ആൾക്കാർക്കൊരു ഫിഷ് കിട്ടി. ഒരു കയ്യിൽ നിന്ന് മിസ്സാണ്. ഇത് കണ്ടോ? ഇവിടെയൊക്കെയാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. അവിടെ ചീപ്പിൻ്റെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊന്നും മീൻ പിടിക്കുന്നുണ്ട്. ഏതുണ്ടോ? നമ്മളെ കയ്യിൽ ചൂണ്ടയൊന്നും ഇല്ലായിരുന്നു. ഫിഷുണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ. ഇഷ്ടംപോലെ ഫിഷുണ്ട്. അത് നമുക്കിവിടെ ചൂണ്ടയിടാം. ഉണ്ടോ? ഇതേപോലെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അവർക്ക്. ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി അങ്ങോട്ട് കുറേ ഉണ്ട്. അങ്ങ് ദൂരെ കുറേ അങ്ങ് സ്ഥലങ്ങളിലെല്ലാം മീൻ പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അങ്ങ് തിരിച്ചു പോവുകയാണ്. നമ്മൾ മീൻ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇനി എപ്പോഴെങ്കിലും മീൻ പിടിക്കണമെന്ന് വിചാരിക്കുമ്പം വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഇവിടെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാം. ഇതേപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഗ്രില്ലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പുള്ളി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ട ജീവൻ കൊണ്ടുകൂടി തന്നെയാണ് അതിനെ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഫിഷിൻ്റെ വേരൊക്കെ പഠിച്ച്, ഫിഷിനെ പിടിക്കുന്നതൊക്കെ പഠിച്ച്, കട്ട് ചെയ്യുന്നതും പഠിച്ച്. നമുക്ക് ശരിക്കും ഫിഷിനെ പിടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ചൂണ്ടയിടണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടയിടാനൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ ഫിഷിങ് ചൂണ്ടയിടണമെങ്കിൽ ലൈസൻസൊക്കെ വേണം. അതാണ് പ്രശ്നം. ഓ, ഈ ഒരു കാക്ക ചത്ത് കിടക്കുന്നു കേട്ടോ.
ചുമ്മാതാണ് മറ്റേ കാക്ക ഇരുന്ന് കരഞ്ഞേ. അല്ലെങ്കിൽ ഈ ചായ വേണോ? ചൂടാണ്. വേണം. അല്ലിക്കും നമ്മൾ ചായ ഇട്ടാണ് ഇവിടെ വന്നത് അല്ലേ അല്ലി? നമ്മൾ ചായ കുടിച്ച് നമ്മളിനി അങ്ങ് വീട്ടിൽ പോവും ഇല്ലേ? അയ്യോ എന്തിനു വീട്ടിൽ പോകണം, എനിക്ക് ഇവിടെ കിടക്കാം. സൈറൻ കേൾക്കുന്ന എന്തിനൊന്നും അറിയാൻ വയ്യ കേട്ടോ. ഇനി മീൻ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതാണ് സൈറൻ കേട്ടത് കേട്ടോ. ഞങ്ങൾ കണ്ട ഇപ്പോൾ പോയ ആളെ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ഈ സൈറൻ കേൾക്കുന്നത് ഫിഷിങ് നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നും കുറച്ചുകൂടി നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലി നമ്മൾ പോകാൻ ഇറങ്ങിയാണ്. അല്ലി ഇപ്പോൾ കുറച്ച് കളിക്കണമെന്നും പറഞ്ഞു. ആ അണ്ണാൻ ഫിഷിനെ കൊണ്ടുവന്നിടുന്നുണ്ടോ? ഫിഷിങ്ങൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇത് കണക്ക് പിന്നും അടുത്ത ഫിഷിനെ കൊണ്ടുവന്നിടും കേട്ടോ, അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട്. നൈറ്റ് ആയപ്പോൾ അടുത്തൊരു വീഡിയോമേ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.